मेरे प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा परखुलूस आदाब എല്ലാവരെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നാളെയാണ് നമ്മുടെ പരീക്ഷ. അടിപൊളിയായിട്ട് ലാംഗ്വേജ് വെച്ച് നമുക്ക് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉറുദു എക്സാമിലേക്ക് അടിപൊളിയായിട്ട് തയ്യാറാവുകയാണ്. അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാർ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മുകളിൽ 4 എന്ന് കാണാം. 4 മാർക്കിന് ഏറ്റവും ഷുവർ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യും ചോദിക്കും. നോക്കാം എന്താണ് ആ ചോദ്യം. പോസ്റ്റർ पढ़कर सवालों के जवाब लिखिए. പോസ്റ്റർ പഠിക്കർ പോസ്റ്റർ വായിച്ചിട്ട് സവാലോं के जवाब ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. ഒരു പോസ്റ്റർ ഉണ്ട്. യൗമി മത്താല കാ ജിസ്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വായനാ ദിനാഘോഷം അല്ലെ. വായനാ ദിനാഘോഷാണ് അല്ലെ. നോക്കൂ വായനാ ദിനാഘോഷം വായനാ ദിനാഘോഷം. അപ്പൊ വായനാ ദിനം എന്നാണ് എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണ്. ജൂൺ 19 വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത്. PM പണിക്കരിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്, ഓർമ്മക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വായനാ ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ വായനാ ദിന വാരാഘോഷം തന്നെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ അതിലേക്കുള്ള മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്ത മക്കളാണ്. അപ്പൊ വായനാ ദിനത്തെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും വായിക്കണം, അടിപൊളിയായിട്ട് വായിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ പുസ്തകത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടിയെത്തും. അത്തരത്തിലുള്ള നല്ല അറിവുള്ള ആളുകളാണ് എന്റെ മക്കൾ. 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന മക്കളൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ് എന്നാണ് സാറിന് അറിയാം. അപ്പൊ എന്റെ മക്കൾ നോക്കിക്കോ. PM പണിക്കർ കി യാദ് മേം. PM പണിക്കറിന്റെ യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വായനാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. പിന്നെ ഇഫ്തിതാഹ്, ഏതൊരു പ്രോഗ്രാം നടക്കുമ്പോഴും അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരിക്കും, ഇനാഗുറേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഇനാഗുറേഷൻ അല്ലെ. ഒരു പോസ്റ്ററിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അതിവിടെ ആരാണ്? ഭാസ്കരൻ മാസ്റ്റർ ആണ്. മഷ്ഹൂർ ഷായിറാണ് ഭാസ്കരൻ മാസ്റ്റർ. മഷ്ഹൂർ ഷായിറാണ്, പ്രസിദ്ധനായ ഫേമസ് ആയിട്ടുള്ള ഷായിറാണ് എന്ന് പറയുന്നുണ്ട്. സദ്രാത്ത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷനാണ്. അധ്യക്ഷൻ ഇവിടെ ആരാണ്? ഫൗസിയ ബാനു ആണ്. ഹെഡ് മിസ്ട്രസ് ആണ് അല്ലെ. അവിടെ HM ആണ്. പിന്നെ നമുക്ക് വായനാ ദിനം കൊടുത്തിട്ടുണ്ട്. 19 ജൂൺ 2023 കൊടുത്തിട്ടുള്ളത്. ലൈബ്രറി ഹാൾ കാസർഗോഡ്. ലൈബ്രറി ഹാളിൽ വെച്ചിട്ടാണ്, കാസർഗോഡുള്ള നമ്മുടെ ഈ സ്കൂളിന്റെ ലൈബ്രറി ഹാളിൽ വെച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. സബ് കാ ഹൈർ മഖദ്ദം അല്ലെ. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ ഇൻവൈറ്റ് ചെയ്യണം. ഒരു ഇൻവൈറ്റ് ചെയ്താലല്ലേ ആ പോസ്റ്റർ കണ്ടിട്ട് നമ്മൾ പോവുള്ളൂ അല്ലെ. പിന്നെ ഏതെങ്കിലും അവസാനം ഒരു ക്ലബ് ഉണ്ട്, പ്രേംചന്ദ് ഉറുദു ക്ലബ് ആണ് കൊടുത്തിട്ടുള്ളത്. ഉറുദു ക്ലബിന്റെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പോസ്റ്ററാണ് നമ്മൾ കണ്ടത്. ഇനി എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഇതല്ല മറ്റൊരു പോസ്റ്റർ ആണെങ്കിലും ഇതിന് ആൻസർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. യേ കിസ് പ്രോഗ്രാം കാ പോസ്റ്റർ ഹേ. ഇത് ഏത് പ്രോഗ്രാമിന്റെ പോസ്റ്റർ ആണ്? അപ്പൊ ഏത് പ്രോഗ്രാമിന്റെ പോസ്റ്റർ ആണ് എന്നറിയാം. ആ പ്രോഗ്രാമിന്റെ പോസ്റ്ററിന്റെ മുകളിലുള്ളതായിരിക്കും പ്രോഗ്രാമിന്റെ പേര്. എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര്? നോക്ക്. യേ യൗമി മത്താല കാ ജിസ്ന് കാ പോസ്റ്റർ ഹേ. ഇത് വായനാ ദിനാഘോഷത്തിന്റെ പോസ്റ്റർ ആണ്. കണ്ടോ? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ഇനി നാളെ വായനാഘോഷമല്ല, മറ്റൊരു പോസ്റ്റർ തന്നിട്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞാൽ ഈ മുകളിൽ ഹെഡിങ് ആയിരിക്കും നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ പോസ്റ്ററിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, പ്രോഗ്രാം കാ ഇഫ്തിതാഹ് കോൻ കർത്താ ഹേ. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോൻ കർത്താ ഹേ, ആരാണ് എന്നാ ചോദിച്ചത്. അപ്പൊ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞിട്ട് തന്നെ നേരെ കൊടുത്തതാണ്. നേരെ കൊടുത്തതാണ്ട് എഴുതിയാൽ മതി. ആരാണ്? ഭാസ്കരൻ മാസ്റ്റർ ആണ്. മഷ്ഹൂർ ആയിട്ടുള്ള ഷായിറാണ്. നാളത്തെ നിങ്ങളുടെ പോസ്റ്റർ തന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും ഇഫ്തിതാഹിന്റെ നേരുള്ളത് ആരുടെ പേരാണോ അത് നേരെ നോക്കി എഴുതിയാൽ മതി. ഒരു ബുദ്ധിമുട്ടില്ല, ലളിതമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നോക്കേ, യൗമി മത്താലെ ക്യോ മനായ ജാത്താ ഹേ. എന്തിനാണ് ഈ വായനാ ദിനാഘോഷം നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് PM പണിക്കർ കി യാദ് മേം. PM പണിക്കരിന്റെ ഓർമ്മക്കായിട്ടാണ്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. പ്രോഗ്രാം കാ ഇഫ്തിതാ മഷൂർ ഷായർ ഭാസ്കരൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. പ്രോഗ്രാം എന്തിനാണ് നടത്തുന്നത്? PM പണിക്കർ കി യാദ് മേം മനായ ജാത്താ ഹേ. PM പണിക്കരിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വായനാ ദിനാഘോഷം മനായ ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടാടുന്നത് എന്ന് പറയാം. ഇത്തരത്തിൽ പൊന്നുമക്കളെ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 4 മാർക്കാണ്. അപ്പൊ എന്റെ മക്കളോടാണ് സാർ ഇതെന്നെ ചോദിക്കും എന്നല്ല പറയുന്നത്. മറ്റേത് പോസ്റ്റർ തന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നാളത്തെ പരീക്ഷയിൽ നിങ്ങളോട് ചോദിച്ചാലും ഇത്തരത്തിൽ ചോദ്യം വായിച്ച് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുഴുവൻ നമ്മുടെ ഈ ഒരു
ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. അപ്പൊ ഉറുദുവിലൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ തന്നെ ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾക്ക് മുഴുവൻ വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു, കൃത്യമായിട്ട് ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അനസ് സാറിന് ഷുവർ ആണ്. പിന്നെ എന്റെ മക്കളോട് പറയാനുള്ളത്, നാളെ കൃത്യം 7 മണിക്ക് നമ്മുടെ 8ാം ക്ലാസ്സിന്റെ പബ്ലിക് മെഗാ മാരത്തോൺ ഉണ്ട്. അനസ് സാർ ലൈവിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ട് വേണ്ട ക്വസ്റ്റ്യൻസും നമ്മുടെ നാളത്തെ ലൈവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സെറ്റ് ആക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലൈവിൽ കൃത്യമായിട്ട് ഇങ്ങ് കയറിപ്പോരെ, അടിപൊളിയാക്കാം നമുക്ക്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൃത്യമായി ലൈക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. കൂടുതൽ എന്തും പറയാ, നാളെ അനസ് സാറിന്റെ സൈലം 8ാം ക്ലാസ്സിന്റെ മെഗാ മാരത്തോൺ ഉണ്ട്. എല്ലാവരെയും നമ്മുടെ ലൈവിലേക്ക് കൊണ്ടുവരിക, അടിപൊളിയാക്കണം, സെറ്റാക്കി നമുക്ക് പരീക്ഷ എഴുതണം. യാതൊരു ടെൻഷനും അനസ് സാറിന്റെ മക്കൾക്ക് വേണ്ട. അനസ് സാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അഗ്ലാ ക്ലാസ് में अनस सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.